വനിതാ സംവരണത്തിന് CPM എതിരല്ല. എന്നാൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ചില സമീപനങ്ങളെ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സാധാരണ തൊഴിലാളികൾക്കെതിരായി കടുത്ത ആക്രമണ നീക്കമുണ്ടായിരിക്കുകയാണ്. തൊഴിലാളികളുടെ തൊഴിലിനുള്ള അവകാശം നിഷേധിക്കാം. ഈ സന്ദർഭത്തിൽ CITUവിന്റെ അഖിലേന്ത്യാ ഭാരവാഹികൾ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ഗവൺമെന്റുകളുമായി ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു. എന്നാൽ ഗവൺമെന്റുകൾ സഹകരിക്കാനോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് സംസാരിക്കാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുക്കാനോ അവർ തയ്യാറായില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തൊഴിലാളികൾ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ CITUവിന്റെ അഖിലേന്ത്യാ നേതൃത്വം ആഹ്വാനം ചെയ്തു. CITUവിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാ വെളമര കരീം ആ സമരകേന്ദ്രത്തിൽ തൊഴിലാളി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തു വരികയാണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഒരു തരത്തിലും സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നില്ല. തൊഴിലാളികൾക്കെതിരായ നിലപാട് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തൊഴിലാളികളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു അവധി സമാനമായ ദിവസമാണ്. ആ ദിവസത്തിന്റെ പരിമിതി ഉണ്ടെങ്കിൽ പോലും തൊഴിലാളി പ്രതിഷേധം ഇവിടെ പ്രകടിപ്പിക്കാനുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്, ഉത്തർപ്രദേശ് ഹരിയാന ഗവൺമെന്റുകൾ സ്വീകരിച്ച നിലപാട്, ഈ നിലപാടുകളുള്ള പ്രതിഷേധം ഇവിടെ കേരളത്തിലെ തൊഴിലാളി വർഗത്തിനു വേണ്ടി പ്രകടിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റും ഈ സംസ്ഥാന ഗവൺമെന്റുകളും അവരുടെ നിലപാടിൽ മാറ്റം വരുത്തി ഇന്ന് തൊഴിലാളി മേഖലയിലുള്ള ഈ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് കേരളത്തിലെ തൊഴിലാളി വർഗത്തിനു വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ തൊഴിലാളികൾക്ക് നേരെ വരുന്ന ഈ കടന്നാക്രമണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ലേബർ കോഡിന്റെ പരിധിയിൽ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പെടുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ലേബർ കോഡിന്റെ പരിധിക്കകത്ത് കൊണ്ടുവന്ന് ശക്തമായ ആക്രമണം തൊഴിലാളികൾക്കെതിരായി, തൊഴിൽ ചെയ്യുന്നവർക്കെതിരായിട്ട് അവർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദേശീയ പണിമുടക്കിൽ ആ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലെ പത്രപ്രതിനിധികൾ അണിനിരന്നതും ശ്രദ്ധേയമാണ്. അവരുടെ നിലപാടും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ പണിമുടക്കിന് അനുകൂലമായി നടന്നിട്ടുള്ള സെമിനാറുകളിലും പണിമുടക്കിന് അനുകൂലമായി നടന്നിട്ടുള്ള പ്രകടനങ്ങളിലും മാധ്യമ പ്രവർത്തകർ കൂടി ഇവിടെ പങ്കെടുത്തു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ എല്ലാ നിലയിലും തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിന് എതിരായി വരുന്ന കടന്നാക്കമാണ് രാജ്യത്ത് ശക്തിപ്പെടുന്നത്. ഈ ആപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ബില്ലിൽ ഇവിടെ പ്രത്യേകിച്ച് CPMന്റെ നിലപാട് എന്ത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. വനിതാ സംവരണത്തിന് CPM എതിരല്ല. എന്നാൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ചില സമീപനങ്ങളെ മാത്രമാണ് എതിർത്തിട്ടുള്ളത്. വനിതാ സംവരണം എന്നുള്ളത് തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. സംവരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ അവകാശം നിഷേധിക്കത്തക്ക നിലയിൽ മണ്ഡലത്തിന്റെ പുനർവിഭജനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇവിടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യക്കകത്ത് ഉയർത്തിയിട്ടുള്ളത്. CPM നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇവിടെയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നിലവിലുള്ള പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം ഗണ്യമായി വെട്ടിക്കുറയ്ക്കുന്ന നിലപാടിലേക്ക് പോകുന്നു. ചില മേഖലകളിൽ എണ്ണം വർദ്ധിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പുനർവിഭജനത്തിന്റെ നിലപാടിനെയാണ് എതിർക്കുന്നത്. അതിന് വനിതാ സംവരണം കാരണമായി പറഞ്ഞുകൊണ്ട് അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന സമീപനമാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്.
9 സീറ്റുകൾ 9 സീറ്റുകൾ ഏത് ഫലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതല്ലല്ലോ ഇപ്പൊ പറഞ്ഞ കാര്യം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. കോഴിക്കോട് പിന്നെ എത്ര സീറ്റും ജയിക്കുമെന്ന് ആർക്കും ഇപ്പൊ അവകാശപ്പെടാറ്, കാരണം എല്ലാം പെട്ടിയിലല്ലേ ഉള്ളത്. അത് എണ്ണി പുറത്ത് ഫലം പറയുന്നത് വരെ ആർക്ക് എത്ര വേണമെങ്കിലും പ്രവചിക്കാം, എനിക്കും പ്രവചിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ പ്രവചിച്ചിട്ടില്ല, ഞാൻ പ്രവചിക്കാൻ ആളുമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ജനങ്ങളുടെ ഒരു ജനാധിപത്യ അവകാശത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്.